Good morning. കുറച്ച് ദിവസങ്ങളായിരിക്കും നമ്മൾ കണ്ടിട്ട് എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലായിരുന്നു അല്ലെ? ക്ലാസ് വന്നപ്പോ തുടങ്ങിയത്. എല്ലാവരും തേർഡ് മൊഡ്യൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ? മറ്റുള്ള ടീച്ചേഴ്സ് ഒക്കെ തേർഡ് മൊഡ്യൂൾ തുടങ്ങിയില്ലേ നിങ്ങളുടെ? യെസ്. ഓക്കെ, എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നില്ലേ? സൂപ്പർ ആയിരുന്നില്ലേ? എല്ലാവർക്കും പേടിച്ച അത്രയും അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച അത്രയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? ക്വസ്റ്റ്യൻ പേപ്പറും പെട്ടെന്ന് കിട്ടിയപ്പോ തന്നെ ഞാൻ നോക്കിയായിരുന്നു. പിന്നെ റിസൾട്ട് വന്നു. ഓക്കെ, എളുപ്പമായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന അത്രയൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് എക്സാം എഴുതുന്നതിന്റെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടാവുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ സംഭവം. ഇനിയിപ്പോ എന്തായാലും അടുത്ത തേർഡ് മൊഡ്യൂള് നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ അല്ലെ? നമ്മളൊരു പ്രാവശ്യം എക്സാം എഴുതി നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആയി, പ്രശ്നമൊന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പറും സിമ്പിൾ ആയിരുന്നു അല്ലെ? അതുപോലെ എന്താ പറയാ, നമ്മള് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകാം. ഇനി ചിലർക്കെങ്കിലും നമ്മുടെ കൂടുതൽ എത്ര 27 പേരെ ഇവിടെ ജോയിൻ ചെയ്ത് കണ്ടുള്ളൂ. ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. ഞാൻ എല്ലാ ദിവസവും പറയാറില്ലേ, നിങ്ങളുടെ റെഗുലർ ആയിട്ട് വായിക്കണം, കറക്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു വെക്കുന്നത് ഞാൻ ക്ലാസ് തുടങ്ങിയാണെന്ന് പറഞ്ഞതാണ്. ചിലർക്കെങ്കിലും തോന്നിയായിരുന്നോ, അയ്യോ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ എല്ലാം കൂടി ആവുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലെ? വായിക്കാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തോന്നിയായിരുന്നോ, അയ്യോ മിസ് പറഞ്ഞ പോലെ എല്ലാ ദിവസവും വായിച്ചു പോവായിരുന്നു, എന്നാ പിന്നെ എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന്? ഓക്കെ, ഒരാളിവിടെ എന്താ പറയാ തമ്പിട്ടുണ്ട് കേട്ടോ, അനിമോള്. ഓക്കെ, വേറെ ആർക്കും പ്രശ്നമില്ല അല്ല? പ്രശ്നമില്ല എന്നല്ല, ചിലർക്കെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോ എക്സാം വരുമ്പോഴേ നമ്മൾ ഒരുമിച്ച് എടുക്കുമ്പോ ഇത്രയുണ്ടോ, അയ്യോ എനിക്ക് എല്ലാ ദിവസവും തോന്നിയായിരുന്നതേ, അടുത്ത ആളിട്ടുണ്ട്. ഞാൻ വെറുതെ ചോദിച്ചതാട്ടോ, വേറെ ഒന്നുമല്ല. ഇനിയിപ്പോ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്താനുള്ള ഒരു അവസരം. അതായത് ഇനി നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ എടുക്കാൻ പോണേ ഉള്ളൂ. അപ്പൊ ഇതുവരെ ഇനി ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ ചെയ്താൽ മതി. അത്രയും പറയാൻ വേണ്ടി ഞാൻ അങ്ങനെ ചോദിച്ചേട്ടോ, അല്ലാതെ വേറൊന്നും അല്ല. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഇതുവരെയും അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്താ പറയാ, പുതിയ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഇന്ന് മുതൽ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകാം. അപ്പൊ നിങ്ങൾ ചാപ്റ്റർ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അറിയാൻ പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റ് ഒക്കെ പഠിച്ചു നോക്കിയില്ലേ? ഇത്തിരി ലെങ്തി ചാപ്റ്റർ ആണ് നമ്മൾ തേർഡ് മൊഡ്യൂളിലും ഫോർത്ത് മൊഡ്യൂളിലും. ഫസ്റ്റ് സെക്കൻഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്തിരി വലിയ ഇതാണ്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും ഒരുപക്ഷെ ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് കുറച്ചും കൂടി വൈഡാണ്. നിങ്ങൾ ടെക്സ്റ്റ് നോക്കുമ്പോ അറിയാം, കുറച്ചും കൂടി നമ്മള് ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. ചാപ്റ്റേഴ്സ് ഇത്തിരി വലുതാന്നുള്ളൂ, പണ്ടത്തെ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ കുഞ്ഞു ചാപ്റ്റർ ഒക്കെ എടുത്തതാ. നമ്മൾ ആദ്യം തന്നെ വലിയ ചാപ്റ്റർ കൊണ്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഓർമ്മയില്ലേ, ചെറിയൊരു ചാപ്റ്റർ ആണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ വേറൊന്നുമില്ല, ഇതുവരെയും അങ്ങനെ നമ്മൾ റെഗുലർ ആയിട്ട് വായിക്കാത്തവര് ഇനി എന്ത് ചെയ്യാം, ഇന്ന് മുതല് ആ ഒരു തീരുമാനം നമ്മൾ എടുക്കാം. അതിനുശേഷം നമുക്ക് ക്ലാസ് തുടങ്ങിയാൽ മതി. ഓക്കെ, എല്ലാവരും മനസ്സിൽ ഒരു തീരുമാനം എടുക്കുക. ഇന്ന് എടുക്കുന്നത് എത്രത്തോളം എടുക്കുന്നുണ്ട് അന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എക്സാമിന് കൂളായിട്ട് നമുക്ക് എക്സാം എഴുതാം. അപ്പൊ ഇന്ന് മുതൽ എല്ലാവരും അത് ചെയ്യാത്തവര് ഉണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ് ചെയ്യുക. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? ഇന്ന് മുതൽ വായിക്കണം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ, നമ്മള് ഫസ്റ്റ് ഈ തേർഡ് മൊഡ്യൂളിലെ 8ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്ററിന്റെ പേര് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. സിമ്പിൾ ചാപ്റ്റർ ആണ്. പേജ് നമ്പർ എത്രയാ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കി? ഞാനിവിടെ ഷെയർ ചെയ്തിട്ട് സ്ക്രീനിൽ 87 ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് എടുത്തേ, ടെക്സ്റ്റിൽ നോക്കി. പേജ് നമ്പർ 73 ആണ് കേട്ടോ. ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. 73 ആണ് പേജ് നമ്പർ 73. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? പേജ് നമ്പർ 73, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. എന്താ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ? സേഫ്റ്റി എന്താണ്? സുരക്ഷ അല്ലെ? സെക്യൂരിറ്റി ഒരു സുരക്ഷിതത്വം.
ഹോസ്പിറ്റലിലെ സുരക്ഷ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് കുറെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ജനറൽ സേഫ്റ്റി റൂൾസ്, പേഷ്യന്റ് കെയറിൽ വരുന്ന ഇത് സേഫ്റ്റി ഇലക്ട്രിക് ഗുഡ്സ്, സേഫ്റ്റി ഇൻ ട്രാൻസ്പോർട്ട്, അങ്ങനെ പല സെക്ഷനായിട്ട് കൊടുത്തേക്കുന്നത്. ഇതിലെന്ന് വെച്ചാൽ മിക്കതും എന്താ പറയാ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെയാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരാന്നുള്ളത് ഞാൻ എടുക്കുമ്പോ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ സുരക്ഷയും സുരക്ഷിതത്വവും. ഓക്കെ, സേഫ്റ്റി. എന്താണ് സേഫ്റ്റി എന്ന് പറയുന്നത്? നമുക്കറിയാം. എന്താ നമ്മൾ സേഫ്റ്റി എന്ന് പറയുന്നത്? നമ്മൾ എന്തെങ്കിലും വലിയൊരു അപകടത്തിൽ നിന്നോ എന്തെങ്കിലും നമ്മൾ ഫ്രീ ആവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ, അല്ലെ? നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ്, നമ്മുടെ മുൻകരുതലുകൾ, അപകടങ്ങളൊക്കെ വരാതെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെയാണ് പറയുന്നത്. സേഫ്റ്റി നോക്കിയേ. സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. എന്തെങ്കിലും ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താ? മുറിവുകൾ, അല്ലെ? എന്തെങ്കിലും മുറിവുകളിൽ നിന്നോ എന്തെങ്കിലും അപകടങ്ങളിൽ നിന്നോ എന്തെങ്കിലും ദോഷങ്ങളിൽ നിന്നോ ഒക്കെ നമ്മൾ ഫ്രീ ആവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സേഫ്റ്റി എന്ന് പറയുന്നത്. സേഫ്റ്റി മീൻസ് to be free from injury, risk or harm. Okay, clear ആണോ? ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Safety means to be free from injury, risk or harm. എന്തെങ്കിലും മുറിവുകളിൽ നിന്നോ അപകടങ്ങളിൽ നിന്നോ ദോഷങ്ങളിൽ നിന്നോ ഒക്കെ നമ്മൾ ഫ്രീ ആവണത്, അതാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. Management of any hospital has twofold responsibility concerning that safety. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് ഇരട്ട ഉത്തരവാദിത്വമുണ്ട്. twofold responsibility. എന്താണ്? ഇരട്ട ഉത്തരവാദിത്വമുണ്ട്. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിന് ഇരട്ട ഉത്തരവാദിത്വമുണ്ട്. മാനേജ്മെന്റ് ഓഫ് എനി ഹോസ്പിറ്റൽ ഹാസ് a twofold responsibility concerning the safety. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിന്, ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് ഇരട്ട ഉത്തരവാദിത്വം ഉണ്ട്. എന്തൊക്കെയാന്ന് നോക്കിയാൽ അതാണ് എയും ബി എന്ന് പറഞ്ഞ് പോയിന്റ് ചെയ്ത് തന്നേക്കുന്നത്. എന്താ ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ടു മേക്ക് ദ വർക്ക് പ്ലേസ് ആൻഡ് സറൗണ്ടിങ് സേഫ് ബൈ ക്രിയേറ്റിംഗ് സേഫ് കണ്ടീഷൻ. ഒരു സേഫ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ വർക്ക് പ്ലേസും സറൗണ്ടിങ്സും എന്ത് ചെയ്യുക? സേഫ് ആക്കുക. ടു മേക്ക് ദ വർക്ക് പ്ലേസ് ആൻഡ് സറൗണ്ടിങ്. നമ്മുടെ വർക്ക് പ്ലേസ്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, അതുപോലെ അതിന്റെ ചുറ്റുപാടുകള് സേഫ് ആക്കി വെക്കാം. എങ്ങനെ സേഫ് ആക്കി വെക്കാം? ഒരു നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെ? നമുക്ക് വല്ല അപകടങ്ങളൊക്കെ വരാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്ത് നമുക്ക് എല്ലാം വേറൊരു അപകടങ്ങളൊന്നും വരാതെ നമുക്കത് എന്താണ് സേഫ് ആക്കി വെക്കാൻ പറ്റും. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന് ഇരട്ട ഉത്തരവാദിത്വമുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ എന്താ? വർക്ക് പ്ലേസ്, അതുപോലെ തന്നെ സറൗണ്ടിങ്, ആ ചുറ്റുപാടുകളും സേഫ് ആക്കി വെക്കുക. എങ്ങനെ സേഫ് ആക്കി വെക്കാം? നമ്മളെ വീട്ടിലെ പല കാര്യങ്ങളും നമ്മൾ സേഫ് ആക്കി വെക്കാറില്ലേ? അല്ലെ? കുഞ്ഞു കുട്ടികളുള്ള വീടിലൊക്കെ പ്രത്യേകിച്ചും എല്ലാരും നമ്മൾ അവര് കൈയെത്താത്ത ദൂരത്ത് എല്ലാരും എന്താണ് ക്യാബിനിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ലോക്കൊക്കെ ചെയ്ത് കത്തി സാധനങ്ങളൊക്കെ അവർക്ക് കൈയെത്തില്ലാത്ത രീതിയിൽ, അല്ലെ? അങ്ങനെയൊക്കെ നമ്മളെ വീട്ടില് കുറച്ച് സേഫ്റ്റി കാര്യങ്ങൾ എടുക്കണല്ലേ? പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുള്ള വീട്ടിലൊക്കെ, അല്ലെ? അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ. അപ്പൊ എന്താ? ഒരു സേഫ്, ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ വർക്ക് പ്ലേസ്, അതുപോലെ ചുറ്റുപാടുകളും സേഫ് ആക്കി വെക്കുക. അതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്തം മാനേജ്മെന്റിന്റെ. രണ്ടാമത് നോക്കി, ടു എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സ്ഥാപിക്കുക. ടു എസ്റ്റാബ്ലിഷ്, communicate to all concerned and enforce safety rules. To establish, സ്ഥാപിക്കുക. എന്താ? To communicate to all concerned and enforce safety rules. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തുക. എന്തിന്? എന്താ? To and enforce safety rules. എല്ലാവരുമായിട്ട് ഒരു ആശയവിനിമയം സ്ഥാപിക്കുക. എങ്ങനെ? നല്ലൊരു സുരക്ഷാ നിയമങ്ങൾ അവിടെ നടപ്പിലാക്കിക്കൊണ്ട്, ഒരു നല്ലൊരു സുരക്ഷാ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? എല്ലാവരുമായിട്ട്, അത് ബന്ധപ്പെട്ടുള്ള എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിന് വേണ്ട കാര്യങ്ങൾ സ്ഥാപിക്കുക. ഈ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ റൂൾസ് ഉണ്ട്. അതെല്ലാവരും ഇപ്പൊ ഏത് റേഡിയോളജി അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവിടുത്തെ സുരക്ഷാ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ?
സേഫ്റ്റി റൂൾസ് എന്തായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ അവരും കൂടി അറിഞ്ഞിരിക്കണം. അതാ ഉദ്ദേശിക്കുന്നത്. ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് സേഫ്റ്റി റൂൾസ് അല്ലെ അത് എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിന് വേണ്ട കാര്യങ്ങൾ സ്ഥാപിക്കുക. 2 പോയിന്റ് കിട്ടിയോ? ഒന്നാമത്തെ എന്താ പറഞ്ഞത്? നമ്മൾ വർക്ക് പ്ലേസ് അതുപോലെ തന്നെ അതിന്റെ ചുറ്റുപാടുകൾ സേഫ് ആക്കി വെക്കുക. രണ്ടാമത്തെ കാര്യം എന്താ? ഈ സേഫ്റ്റി റൂളുമായി ബന്ധപ്പെട്ട് അതുമായിട്ടുള്ളവരോട് എല്ലാവരോടും എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആശയവിനിമയം നടത്തുക, അതിന് വേണ്ട കാര്യങ്ങൾ സ്ഥാപിക്കുക. ടു എസ്റ്റാബ്ലിഷ്. ക്ലിയർ ആണോ? 2 പോയിന്റ്? 2 പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അതിനകത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാ? ആ സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്തിടണം. ഇനി ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അവിടെ. ഇനി സേഫ്റ്റി അവയർനെസ് ആണ്. സേഫ്റ്റിനെ കുറിച്ചുള്ള ഒരു അവബോധം, അവയർനെസ്. സേഫ്റ്റി അവയർനെസ്. സേഫ്റ്റി അവയർനെസ്, നോളജ് ഓഫ് വർക്ക് റിലേറ്റഡ് റിസ്കി നെസസറി. അതാണ് സേഫ്റ്റി അവയർനെസ് എന്ന് പറയുന്നത്. ആ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ആ റിസ്ക് അല്ലെ? ആ വർക്ക് ഇപ്പൊ നമ്മൾ ഏത് വർക്ക് ചെയ്താലും ജോലിയാണെങ്കിലും അതിൻ്റെതായ ഒരു റിസ്ക് ഉണ്ടാവും അല്ലെ? അതുമായിട്ടുള്ള നോളജ്, അതിനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്, അവിടെ എന്തൊക്കെ ആ വർക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അപകടങ്ങളൊക്കെ അവിടെ ഉണ്ടാകാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു അറിവ് ഉണ്ടായിരിക്കണ്ടേ? എന്നാലല്ലേ നമ്മളത് സേഫായിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെ? ഏതൊരു ജോലി ആയിക്കോട്ടെ, ഇപ്പൊ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു സെക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അപകടങ്ങളൊക്കെ അവിടെ ഉണ്ടാകാം എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവണം. എങ്കിലല്ലേ നമ്മൾ അങ്ങനെ വരാതെ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ. നമ്മൾ വീട്ടിലാണെങ്കിലും ഇപ്പൊ നമ്മൾ എന്താ ഗ്യാസിലും ഒക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ബോധം, എന്താ പറയാ, ഇപ്പൊ ഗ്യാസിന്റെ ഇത് കറക്റ്റ് ആയിട്ട് റെഗുലേറ്റർ ഓഫ് ചെയ്യണം പിന്നെ അല്ലേ? അപ്പൊ അത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അത് ശ്രദ്ധിക്കും. അപ്പൊ അത് നമുക്കൊരു ബോധമുണ്ട്. അതിപ്പോ ഇത് വാൽവ് കറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോ വല്ല അപകടങ്ങൾ വരാം എന്നുള്ള ഒരു ബോധം, ആ ഒരു ബോധത്തിൽ അതിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ട് നമുക്ക്. അപ്പൊ അത് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ അത് ശ്രദ്ധിച്ച് ചെയ്യുന്നത് അല്ലെ? അതാണ് ഉദ്ദേശിക്കുന്നത്. വർക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകാം അതിനെ കുറിച്ചുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ലാബ്, നഴ്സിംഗ് ഫ്ലോർസ്, ലോണ്ടറി ആൻഡ് കിച്ചൺ ഡിമാൻഡ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് ബോർഡ് സേഫ്റ്റി റൂൾസ്. ഈ പറഞ്ഞ എല്ലായിടത്തും ലാബില്, പിന്നെ അതുപോലെ നഴ്സിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ പല ഈ എന്താ പറയാ ജനറൽ ഫ്ലോർ, ICU, ജനറൽ മെഡിസിൻ, ഇതൊക്കെ വരുന്നതാണ് നഴ്സിംഗ് ഫ്ലോർ എന്ന് പറയുന്നത്. നഴ്സിംഗ് ഫ്ലോർസ്. പിന്നെ ലോണ്ടറി ആൻഡ് കിച്ചൺ. ലോണ്ടറി എന്ന് പറഞ്ഞാൽ അലക്കല്, ഇതൊക്കെ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിലെ ബെഡ്ഷീറ്റ് അത് നിങ്ങൾക്ക് പഠിക്കാണ്ട് കേട്ടോ. ഈ 4th മോഡ്യൂളിൽ പഠിക്കാണ്ട് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്നുള്ളത്. അപ്പൊ അതിനകത്ത് നമുക്ക് പഠിക്കാം. അപ്പൊ ഹോസ്പിറ്റലിലെ എല്ലാ ബെഡ്ഷീറ്റുകള്, പേഷ്യൻസിന്റെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അലക്കി തരുന്ന അല്ലെ, ക്ലീൻ ചെയ്യുന്ന ഒരു സെക്ഷനാണ്. അത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ. അടുത്താണ് കിച്ചൺ. നമ്മള് പഠിച്ചതാണ്, ഡയറ്ററി പഠിച്ചു അല്ലെ? ഡയറ്ററിയിലെ കിച്ചൺ. ഇവിടെയൊക്കെ എന്താണ്? ഇവിടെയൊക്കെ അപകടങ്ങൾ സംഭവിക്കാം. അവിടെയൊക്കെ എന്താണ്? പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു വിശാലമായിട്ടുള്ള ഒരു സേഫ്റ്റി റൂൾസും അവിടെ ഉണ്ടായിരിക്കണം. അതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ പോയിന്റില്. ലാബ്, നഴ്സിംഗ് ഫ്ലോർ, ലോണ്ടറി ആൻഡ് കിച്ചൺ ഡിമാൻഡ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ. അവിടെ പ്രത്യേക നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കണം. ആൻഡ് റോഡ് സേഫ്റ്റി റൂൾസ്, വിശാലമായിട്ടുള്ള ഒരു സേഫ്റ്റി റൂൾസ് അവിടെ ഉണ്ടായിരിക്കണം. Everyone should develop a safe attitude and safe behavior. അണ്ടർലൈൻ ചെയ്ത പോയിന്റ്. എംപ്ലോയീസ്, സ്റ്റാഫുകൾ എങ്ങനെ ആയിരിക്കണം? സേഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സേഫ് ബിഹേവിയർ. സുരക്ഷിതമായിട്ടുള്ള ഒരു മനോഭാവം, സുരക്ഷിതമായിട്ടുള്ള ഒരു ബിഹേവിയർ, ഒരു സ്വഭാവം എംപ്ലോയീസ് ഡെവലപ്പ് ചെയ്യണം. Develop a safe attitude and a safe behavior. Then, the causative factor for most accidents are more human than environment. മിക്ക ആക്സിഡൻസിനും കാരണമാകുന്ന ഒരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതാ? മോർ
ഏതാണ് ഹ്യൂമൻ ദാൻ എൻവയോൺമെന്റ്. എൻവയോൺമെന്റിനേക്കാളും നമ്മുടെ പരിസ്ഥിതി മൂലം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ മൂലം ഉണ്ടാകുന്നതിനേക്കാളും അപകടങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം ആര് തന്നെ? ഹ്യൂമൻ. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടല്ലേ? അല്ലേ? പല അപകടങ്ങളും ഉണ്ടാകുന്നത് ഒരു എൻവയോൺമെന്റിനേക്കാൾ കൂടുതൽ നമ്മുടെ മനുഷ്യരുടെ അശ്രദ്ധയും കൊണ്ടാണ് അവിടെ എന്തുണ്ടാകുന്നത്? അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് ആ പോയിന്റിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. The positive factor for most accidents are more human than environment. എൻവയോൺമെന്റിനേക്കാളും ആരാണ് കാരണക്കാരാണ്? ഹ്യൂമൻ. മനുഷ്യര് മൂലമാണ് അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് മിക്ക ആക്സിഡന്റ്സിനും കാരണമാകുന്നത്. അതിന്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ആ രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. അപ്പൊ അത്രയാണ് ആ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഹോസ്പിറ്റൽ സേഫ്റ്റി റൂൾസ് ആണ്. ഹോസ്പിറ്റലിലെ സുരക്ഷാ നിയമങ്ങള്. എന്തൊക്കെ കാര്യങ്ങളാണ് സേഫ്റ്റി മെഷേഴ്സ് എടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ആ പോയിന്റ് പറഞ്ഞേക്കുന്നത്. ഇതിന് വീണ്ടും സബായിട്ട് അത് മെയിൻ ഹെഡിങ് ആണ് ഹോസ്പിറ്റൽ സേഫ്റ്റി റൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കീഴിൽ നോക്കിയേ എന്താ തന്നേക്കുന്നത്? ജനറൽ സേഫ്റ്റി റൂൾസ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് അല്ലെ? പേഴ്സണൽ സ്റ്റാഫ് അവിടുത്തെ എംപ്ലോയി സ്റ്റാഫുമായി ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള സുരക്ഷാ നിയമങ്ങളാണ്. ഇവിടെ ഇതിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെയാണ് തന്നേക്കുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കാൻ നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ജനറൽ സേഫ്റ്റി റൂൾസ് അങ്ങനെ ചോദിക്കാം. ജനറൽ സേഫ്റ്റി റൂൾസിന്റെ കീഴിൽ വരുന്നത് ഏതെല്ലാം? വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ജനറൽ സേഫ്റ്റി റൂൾസ്. Okay, which of the following comes under general safety rules? Question കിട്ടിയോ? ആ ഒരു സെക്ഷനിൽ എങ്ങനെ ചോദിക്കാന്ന് പിന്നെ ഒന്ന് രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് തരാം, അല്ലാതെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ഫസ്റ്റ് നോക്കിയേ, എന്തൊക്കെയാണ് പൊതുവായിട്ടുള്ള സുരക്ഷാ നിയമങ്ങൾ? എന്തൊക്കെയാണ് റൂൾസ്? എന്തൊക്കെയാണ്? Right way to do a job in the hospital is the safe way. ഒന്നാമത്തെ പേഴ്സണൽ സ്റ്റാഫിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ ജോലി ചെയ്യണം? ശരിയായ രീതിയിൽ ജോലി ചെയ്യണം. വളഞ്ഞ വഴിയൊന്നും പാടില്ല, ഷോർട്ട് കട്ട് ഒന്നും പാടില്ല. എന്തെങ്കിലും വർക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്? ശരിയായ രീതിയിൽ ചെയ്യണം. അപ്പൊ നമുക്ക് അധികം അപകടങ്ങൾ വരില്ല അല്ലെ? നമ്മൾ വളഞ്ഞ വഴി കുറുക്ക് വഴിയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് മിക്ക അപകടങ്ങൾ വരുന്നത്. ഇപ്പൊ ജോലി എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ? റൈറ്റ് വേ ടു ഡു എ ജോബ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ശരിയായ മാർഗത്തിലൂടെ ജോലി ചെയ്യണം. എങ്ങനെ? ഇസ് ദ സേഫ് വേ. ഉണ്ടോ? സേഫ് ആയിട്ടുള്ള മാർഗത്തിലൂടെ ശരിയായ വഴിയിലൂടെ തന്നെ ഹോസ്പിറ്റലില് ജോലി ചെയ്യണം. ഇത് ഏതിൽ വരുന്ന? ജനറൽ സേഫ്റ്റി റൂൾസിൽ വരുന്നതാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഫസ്റ്റ് പോയിന്റ്, റൈറ്റ് വേ ടു ഡു എ ജോബ് ഇൻ ദ ഹോസ്പിറ്റൽ ഇസ് ദ ഡാഷ് വേ. ഏത് വേയില്? സേഫ് വേ. അണ്ടർലൈൻ ചെയ്യുക. ഇസ് ദ സേഫ് വേ. ഇനി രണ്ടാമത്തെ പോയിന്റിൽ എന്തായിരുന്നു? ഇപ്പൊ ജോബ് അബ്സല്യൂട്ട്ലി നമ്മുടെ ജോലി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് അല്ലെ? നമ്മളിപ്പോ ഒരു പുതിയതായിട്ട് നമ്മളൊരു ജോലിക്ക് പോകണം, നമുക്ക് അറിയില്ല അവിടുത്തെ ജോലി എന്താ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയില്ല. അപ്പൊ അങ്ങനെ അറിയില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോ അപകടം വരാം അല്ലെ? നമുക്ക് ആ അപകടങ്ങൾ വരാം അറിയില്ലാത്തത് ചെയ്യുമ്പോ. അപ്പൊ എന്റെ ജോലി ഇതാണ്, ഞാൻ ഇന്ന രീതിയിലൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ജോലിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതൊരു വലിയൊരു കാര്യമാണ്. നമുക്ക് അറിയില്ലെങ്കിൽ ചിലപ്പോ നമുക്ക് എല്ലാം അറിയില്ലാത്ത കാര്യമൊക്കെ എടുത്ത് എല്ലാമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അപകടങ്ങൾ വരാം. അതുകൊണ്ട് എന്താണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞേക്കുന്നത്? നോ യുവർ ജോബ് അബ്സല്യൂട്ട്ലി. നമ്മുടെ ജോലി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് വേറെ വലിയ അപകടങ്ങളൊന്നും വരാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, whenever there is doubt. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ do not indulge. പഴങ്ങുക. indulge. INDULGE. indulge എന്ന് പറഞ്ഞാൽ പഴങ്ങുക. ഈ ഗസ് വർക്ക്. ഗസ് വർക്കില് പഴങ്ങരുത്. do not indulge in ഗസ് വർക്ക്. കണ്ടോ? എന്താണ്? ആ ഗസ് വർക്കിന് പഴങ്ങരുത്.
whenever there is doubt, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ do not indulge in guesswork. നമ്മൾ ഗസ്വർക്ക് ആവരുത്. ആസ്ക് ദ സൂപ്പർവൈസർ. എന്ത് ചെയ്യണം? സൂപ്പർവൈസറിനോട് ചോദിക്കണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യരുത്. അപ്പൊ നമുക്ക് വീണ്ടും അപകടങ്ങൾ എന്തെങ്കിലും വരാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർവൈസർ ഉണ്ടല്ലോ, സൂപ്പർവൈസറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് മാത്രം നമ്മൾ ജോലി ചെയ്യുക. കണ്ടോ? whenever there is doubt, do not indulge in guesswork. ഗസ്വർക്കില് മുടങ്ങരുത്, അല്ലെങ്കിൽ അതിന് മുതിരരുത്, വഴങ്ങരുത്. ആരോട് ചോദിക്കണം? ആസ്ക് ദ സൂപ്പർവൈസർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടാ. മൂന്നാമത്തെ പോയിന്റ്, ആസ്ക് ദ സൂപ്പർവൈസർ. ഓക്കെ, അത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. whenever there is doubt, do not indulge in guesswork, ask the dash. ആരോട് ചോദിക്കണം എന്ന് പറഞ്ഞേക്കുന്നേ? സൂപ്പർവൈസറിനോട് ചോദിക്കണം. ഇനി അടുത്ത പോയിന്റ് നോക്കിയ നാലാമത്തെ, never handle or operate machinery, tools, equipments without authorization. അതായത് അനുമതി ഇല്ലാതെ നമ്മള് ഈ മെഷീനറി, ടൂൾസ്, എക്യുപ്മെന്റ്സ് ഇതൊന്നും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാൻ പാടില്ല. അല്ലെ? നമുക്കറിയില്ല, അല്ലെങ്കിൽ നമുക്ക് അത് പ്രവർത്തിപ്പിക്കാനുള്ള, അതിന് ഹാൻഡിൽ ചെയ്യാനുള്ള അധികാരം നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ആ പണിക്ക് പോരുന്നത്. അല്ലെ? നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ വല്ല അപകടങ്ങളും നമുക്ക് വരാം. അപ്പൊ അതുകൊണ്ട് ഏതൊരു മെഷീൻസോ, മെഷീനറി, ടൂൾസോ, എക്യുപ്മെന്റ്സോ ഒക്കെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ എന്താ, നമുക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള മുകളിൽ നിന്നുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അത് ചെയ്യാൻ പാടുള്ളൂ. ഫോർത്ത് പോയിന്റ് ക്ലിയർ അല്ലേ? never handle or operate machinery, tools, equipments without authorization. അനുമതി ഇല്ലാതെ ആ ടൂൾസ് ഒന്നും കൈകാര്യം ചെയ്യാൻ പാടില്ല. ഇനി be vigilant and observe eagerly. നമ്മൾ എങ്ങനെയായിരിക്കണം? ജാഗ്രതരായിരിക്കണം. എന്തെങ്കിലും അപകടങ്ങളും വരോ അല്ലെങ്കിൽ അങ്ങനെ ആവരോ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം. ഒബ്സർവ് eagerly എന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയാ, ഈ നമ്മള് വളരെ അധികം ശ്രദ്ധിച്ച് തന്നെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കണം. അതായത് ശ്രദ്ധയില്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് അപകടങ്ങൾ വരുന്നത്. അല്ലെ? ചെറിയ ആകാംക്ഷയോടുകൂടി എന്നുള്ള മീനിങ് ആട്ടോ. ആകാംക്ഷയോടുകൂടി be vigilant and observe eagerly. നമ്മൾ വിജിലന്റ് ആയിട്ടിരിക്കണം, ജാഗ്രതയോട് കൂടിയിരിക്കണം. അതുപോലെ നമ്മൾ എന്താ, വളരെ ആകാംക്ഷയായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഒബ്സർവ്, മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അടുത്തൊക്കെ റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി എനി ഫോൾട്ടി എക്യുപ്മെന്റ്. ഇനി എന്തെങ്കിലും തെറ്റായിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാതെയോ അല്ലെങ്കിൽ കേടായി കിടക്കുന്നയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, ഫോൾട്ട് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി. തൽക്ഷണം തന്നെ റിപ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടപ്പെട്ട ആളുകളെ ഉടനടി റിപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ഒരു മെഷീൻ കേടായി, എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി, അത് ഉപയോഗിച്ച് വീണ്ടും പ്രവർത്തിപ്പിക്കരുത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ അപകടങ്ങൾ വരാം. എന്താ പറഞ്ഞേക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഫോൾട്ടി എക്യുപ്മെന്റ്സ് അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം, തൽക്ഷണം. പിന്നെ ആവട്ടെ, നാളെ ആവട്ടെ എന്ന് വെക്കാൻ പാടില്ല. റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി, തൽക്ഷണം തന്നെ റിപ്പോർട്ട് ചെയ്യണം. അടുത്ത നോക്കിയേ, unsafe conditions or act defective or broken equipment. അടുത്ത സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങൾ, അൺസേഫ് കണ്ടീഷൻ എന്ന് വെച്ചാൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങൾ, ഓർ ആക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള പ്രവൃത്തികളോ, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് തെറ്റായി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് അല്ലാത്ത, ഓർ ബ്രോക്കൺ എക്യുപ്മെന്റ്സോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ, റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, ആ പോയിന്റിൽ അതിനെപ്പറ്റി പറഞ്ഞത് 6ാമത്തെ പോയിന്റും 7ാമത്തെ പോയിന്റും ഒറ്റ ഇതിൽ പഠിച്ചാൽ മതി കേട്ടോ. അത് അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനടി തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അൺസുരക്ഷിതമല്ലാത്ത കണ്ടീഷൻസിലോ അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തികളോ, തെറ്റായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പൊട്ടിപ്പോയ എക്യുപ്മെന്റ്സ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. ആ 2 പോയിന്റ് കൂടി ഒറ്റയാക്കി ഒരു ബ്രാക്കറ്റിലേക്ക് ആക്കി വെച്ചോ കേട്ടോ. രണ്ടും റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. 6ാമത്തെ പോയിന്റും 7ാമത്തെ പോയിന്റും ഒറ്റ ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചോ, അത് ഒരുമിച്ച് ആ ഒരു പോയിന്റ് പറഞ്ഞാൽ മതി. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉടനടി തന്നെ റിപ്പോർട്ട് ചെയ്യണം. അടുത്ത നോക്കിയേ, to be physically and emotionally fit for your work by maintaining good
ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്. നമ്മൾ ഫിസിക്കലി ഇമോഷണലി നമ്മൾ ഫിറ്റ് ആണെങ്കിൽ, നമ്മുടെ വർക്കില് നമ്മൾ ഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ബൈ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്. നല്ല ആരോഗ്യം, പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാലല്ലേ നമുക്ക് ഫിസിക്കലി ഇമോഷണലി നമ്മൾ ഫിറ്റ് ആവുള്ളൂ. അല്ലെ? നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വന്നു, നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷീണമായിരിക്കും. നമ്മൾ ആ ഒരു ജോലി ചെയ്യാൻ നമ്മൾ ഫിസിക്കലി നമ്മൾ ഫിറ്റ് അല്ല, അല്ലെങ്കിൽ ഇമോഷണലി നമുക്ക് ആകെ ഒരു ഭൂമി ആയിരിക്കും, നമുക്ക് വയ്യാത്ത ആ ഒരു ഇതൊക്കെ ആയിരിക്കും. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം? നല്ലൊരു ഹെൽത്ത്, നമുക്ക് നല്ലൊരു ആരോഗ്യം വേണ്ടേ? അല്ലെ? നമ്മൾ ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. പ്രോപ്പർ ആയിട്ട് ഡയറ്റ്, ഭക്ഷണക്രമങ്ങളും ബാലൻസ് ഡയറ്റ്, സമ്പൂർണ്ണ ആഹാരം ഇതൊക്കെ നമ്മൾ കഴിച്ച് നമ്മുടെ ഹെൽത്ത്, നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ നമുക്ക് ഫിസിക്കലി ഇമോഷണലി നമ്മുടെ വർക്കിൽ ഫിറ്റ് ആവാൻ പറ്റും. ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ടു ബി ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിറ്റ് ഫോർ യുവർ വർക്ക് ബൈ മെയിൻറ്റെയിനിങ് ഡാഷ്. എന്ത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ? ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്. ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്. ക്ലിയർ ആണോ? ടു ബി ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിറ്റ് ഫോർ യുവർ വർക്ക്. വർക്കിന് ഫിറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? Maintaining good health and proper diet. Then, അടുത്ത നോക്കിയാൽ refrain from alcoholic drinks. Refrain എന്ന് വെച്ചാൽ വിട്ടു നിൽക്കുക, മാറി നിൽക്കുക. ഏതിൽ നിന്ന്? ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാൻ പാടില്ല, അല്ലെ? ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാൻ പാടില്ല. ഡ്രിങ്ക്സ് കഴിച്ചോണ്ടൊന്നും നമ്മുടെ ജോലിക്ക് ഒന്നും ചെയ്യാൻ പാടില്ല, അല്ലെ? അപ്പൊ വെച്ചാൽ അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവർക്കും കോൺഷ്യസ് ആവില്ലേ? അപ്പൊ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച ആളുകൾ കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ കഴിച്ചോണ്ടൊക്കെ എന്തെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ അത് റിസ്ക് അല്ലേ? അല്ലെ? നമ്മൾ എന്താ ചെയ്യണേന്ന് പോലും അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. റിഫ്രൈൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ നിന്ന് എന്ത് ചെയ്യണം? മാറി നിൽക്കണം. ഇനി അടുത്ത് നോക്കിയാൽ പേഴ്സണൽ ഹൈജീൻ ഈസ് ഇമ്പോർട്ടന്റ്. വ്യക്തിപരമായിട്ടുള്ള ഒരു ശുചിത്വം വളരെയധികം പ്രാധാന്യമുണ്ട്. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി. നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് കൈകൾ കഴുകണം. പേഴ്സണൽ ഹൈജീൻ, വ്യക്തിപരമായിട്ടുള്ള ശുചിത്വം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ്, പ്രാധാന്യമുണ്ട്. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി. നമ്മുടെ കൈകള് എന്ത് ചെയ്യണം? വാഷ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യണം. നമ്മൾ കണ്ടാറുണ്ടായിരുന്നില്ലേ ഹാൻഡ് വാഷിന്റെ ഒക്കെ? ഹാൻഡ് വാഷ് ചെയ്യാറില്ല ഇടയ്ക്കിടയ്ക്ക്. പ്രത്യേകിച്ച് നമ്മൾ കൊറോണ ഇതൊക്കെ വന്നപ്പോൾ സാനിറ്റൈസറും ഹാൻഡ് വാഷും ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്തുകൊണ്ടിരുന്നല്ലേ? എന്താ? നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ശുചിത്വം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി. ഫ്രീക്വന്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൈകളൊക്കെ കഴുകുക. അടുത്ത് നോക്കിയേ, റിപ്പോർട്ട് ടു ദ ഡോക്ടർ വെനെവർ യു ആർ ഇൽ. ഇനി നമുക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരികയാണെങ്കിലോ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറോട് റിപ്പോർട്ട് ചെയ്യണം. വിത്ത് ഇൻഫെക്ഷൻ ഇൻസ്റ്റന്റ്ലി ആൻഡ് സ്റ്റേസ് അറ്റ് ഹോം. അപ്പൊ എന്താ പറയാ? നമ്മൾ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ വന്നു, തൽക്ഷണം തന്നെ നമ്മൾ ഡോക്ടറോട് റിപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് വല്ല റെസ്റ്റോ കാര്യങ്ങളൊക്കെ വേണ്ടി വരികയാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ എന്താ റെസ്റ്റ് ഒക്കെ എടുത്ത് അത് ഓക്കെ ചെയ്തതിനു ശേഷം മാത്രം ജോലിയിൽ പ്രവേശിപ്പിക്കുക. അല്ലാതെ ആ അസുഖം വെച്ചോണ്ട് നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ചിലപ്പോൾ ശ്രദ്ധിക്കാതെയോ വയ്യാതെയൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് പല അപകടങ്ങളും പറ്റാം. ഇതൊരു പ്രിക്കോഷൻസ് ആണ്. ജനറൽ സേഫ്റ്റി റൂൾസിൽ ആ ഒരു പോയിന്റ് പറയുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ രോഗം വെച്ചോണ്ട് നമ്മൾ ജോലിക്ക് ചെയ്യാതെ എന്ത് ചെയ്യണം? ഉടനടി തന്നെ ഡോക്ടറോട് റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ വീടുകളിൽ ആണെങ്കിൽ റെസ്റ്റ് ചെയ്യാനുള്ള ആണെങ്കിൽ റെസ്റ്റ് ചെയ്ത് ഓക്കെ ആയതിനു ശേഷം മാത്രം ജോലിയിലേക്ക് പ്രവേശിക്കാം. അപ്പൊ ഇതിനകത്ത് പോയിന്റ്സ് ചോദിച്ചാൽ എഴുതാലോ, അല്ലേ? ഓപ്ഷൻസ് ചോദിച്ചാൽ സേഫ്റ്റി റൂൾസിൽ, ജനറൽ സേഫ്റ്റി റൂൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ പോയിന്റ്സ്? ഒന്നാമത്തെ പോയിന്റിൽ എന്താ? ശരിയായ മാർഗത്തിലൂടെ ശരിയായ രീതിയിൽ തന്നെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുക. പിന്നെ നമ്മുടെ ജോലി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. എന്ത് ജോലിയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഗസ്റ്റ് വർക്ക് ചെയ്യരുത്, നമ്മൾ സൂപ്പർവൈസറിനോട് ചോദിക്കുക. പിന്നെ മിഷനറി ടൂൾസ്, എക്യുപ്മെന്റ്സ് ഇതെല്ലാം പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ അനുമതി ഇല്ലാതെ അത് കൈകാര്യം ചെയ്യാനോ അത് പ്രവർത്തിപ്പിക്കാനോ പാടില്ല. പിന്നെ നമ്മുടെ അടുത്ത പോയിന്റിൽ എന്താ? വിജിലന്റ് ആൻഡ് ഒബ്സർവ് ഈഗർലി. നമ്മൾ വിജിലന്റ് ആയിട്ടിരിക്കുക, ജാഗ്രതയോടുകൂടി ഇരിക്കുക. നമ്മുടെ കാര്യങ്ങൾ ആകാംക്ഷപരമായിട്ട് തന്നെ വളരെ സൂക്ഷിച്ച് എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുക.
ഇനി അടുത്ത പോയിന്റ് ഇതാ, എന്തെങ്കിലും തെറ്റായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ കണ്ടു കഴിഞ്ഞാൽ, സുരക്ഷിതമില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള പ്രവൃത്തികൾ കണ്ടാല്, തെറ്റായി പ്രവർത്തിക്കുന്ന ബ്രോക്കൺ എക്യുപ്മെന്റ്, പൊട്ടിപ്പോയ എക്യുപ്മെന്റ്സ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി, തൽക്ഷണം തന്നെ റിപ്പോർട്ട് ചെയ്യണം. അടുത്ത പോയിന്റ് എന്താ? ടു ബി ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിറ്റ് ഫോർ യുവർ വർക്ക്. നമ്മുടെ വർക്കിന് ഫിറ്റ് ആയിരുന്നെങ്കിൽ ബൈ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്. ഗുഡ് ഹെൽത്ത്, പ്രോപ്പർ ഡയറ്റ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്ത നോക്കിയേ, റിഫ്രെയിൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ നിന്ന് വിട്ടു നിൽക്കുക. അടുത്തത് പേഴ്സണൽ ഹൈജീൻ ഈസ് ഇമ്പോർട്ടന്റ്. വ്യക്തിപരമായിട്ടുള്ള ശുചിത്വം പ്രാധാന്യമുണ്ട്. നമ്മുടെ കൈകള് കഴുകുക. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി. നമ്മുടെ കൈകള് കഴുകുക. അടുത്ത നോക്കിയാൽ റിപ്പോർട്ട് ടു ദ ഡോക്ടർ വെനെവർ യു ആർ വിത്ത് ഇൻഫെക്ഷൻ ഇൻസ്റ്റന്റ്ലി ആൻഡ് സ്റ്റേ അറ്റ് ഹോം. ഡോക്ടറോട് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ ഉടനടി തന്നെ ഡോക്ടറോട് റിപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീടുകളിൽ സ്റ്റേ തന്നെ ചെയ്യണം. ക്ലിയർ ആയോ എല്ലാ പോയിന്റ്സും? എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി സിമ്പിൾ അല്ലേ? നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് ചോദിച്ചേ. ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് പോകാം നമുക്ക്. നമ്മുടെ സൗപർണിക എന്ന് പറഞ്ഞൊരു കുട്ടി മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ. ഓക്കെ, അവിടെ ഉണ്ട് അല്ലെ തമ്പ്. ഞാനൊരു സ്ക്രീനുള്ള നിങ്ങളുടെ തമ്പ് കണ്ടില്ല കേട്ടോ, സോറി. അല്ലെങ്കിൽ അറിയാം എനിക്ക് നിങ്ങൾ നല്ല കുട്ടികളാണ്. ഫസ്റ്റ് ഒന്നോ രണ്ടോ ക്ലാസ് കയറുമ്പോൾ നമുക്ക് ആ ബാച്ച് എങ്ങനെയുണ്ട് നമുക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങളുടെ തമ്പ്, നിങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോദിക്കില്ലേ ഓക്കെ ക്ലിയർ അല്ലേ, ഡൗട്ട് ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് കുറെ തമ്പും ഹാർട്ടൊക്കെ വിടുമ്പോൾ നമുക്ക് ആ അത്രയും നേരം നമ്മൾ അരമണിക്കൂർ ഇവിടെ കിടന്ന് വായിട്ട് ചടച്ചതിന് എന്താ പറയാ, നമുക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. നിങ്ങൾക്കത് നമ്മൾ വെറുതെ പറഞ്ഞാൽ മാത്രം പോരല്ലോ, നിങ്ങളത് ക്ലിയർ ചെയ്യണമല്ലോ. നിങ്ങളത് ക്ലിയർ ആവുന്നതാണ് ഞങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അതുകൊണ്ടാണ് ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചു വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയപ്പോ അതിന്റെ കണ്ടിന്യൂസ് തന്നെയാണ് കേട്ടോ വന്നത്, കണ്ടിന്യൂഷൻ ആണ്. അടുത്ത നോക്കിയേ, കോപ്പറേറ്റ് വിത്ത് ദ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. എന്താണ് ഷംസീന എ? എന്താണ് ഫിഫ്ത് പോയിന്റ്? ഓക്കെ, ഫിഫ്ത് പോയിന്റ്. 1 2 3 4 5. എന്താ ഫിഫ്ത് പോയിന്റ്? സിമ്പിൾ അല്ലേ? ബി വിജിലന്റ്. നമ്മൾ വിജിലന്റ് ആയിരിക്കുക. നമ്മൾ എന്താ പറയാ, ഒരു എല്ലാവരും നമുക്കൊരു ശ്രദ്ധ വേണം, നമ്മളൊരു ജാഗ്രതയോട് കൂടി ഇരിക്കണം. അപ്പൊ ഞാനിവിടെ ജോലിക്ക് വന്നു. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഇനിയിപ്പോ എന്തെങ്കിലും അപകടങ്ങൾ വരുമോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഒരു ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് പരമായിട്ട് ഒരു വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്താണ് വേണ്ട, ലാബിൽ വർക്ക് ചെയ്യാണ്. ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ അവിടെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം അല്ലെ, നമ്മൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മളൊരു ആകാംക്ഷയോടുകൂടി നമ്മളൊരു വിജിലന്റ് ആയിട്ടിരിക്കാം, ജാഗ്രതയോടെ കൂടി ഇരിക്കാം. നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ജോലി ചെയ്യാന്ന്. നമുക്ക് അപകടങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ജാഗ്രതയോട് കൂടിയിരിക്കാം. എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ആകാംക്ഷയോട് കൂടി തന്നെ ഒബ്സർവ് ചെയ്യുക. എപ്പോഴും നമുക്കൊരു ശ്രദ്ധ വേണമെന്ന്. ചില ആൾക്കാരില്ല, ഒരു ശ്രദ്ധയില്ലാതെയൊക്കെ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചൊക്കെ ചെയ്യും. അങ്ങനെയുള്ളവർക്കാണ് അപകടങ്ങൾ പറ്റുന്നത്. നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് വളരെ ജാഗ്രതയോട് കൂടി തന്നെ ജോലി ചെയ്യുക. നിങ്ങൾ അടുക്കളയിലൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് അല്ലെ, ഗ്യാസിലും ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്ന് വളരെ ശ്രദ്ധിച്ചല്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത നോക്കിയേ, cooperate with the hospital infection control committee by observing procedure already established. അതായത് ഇതിനെല്ലാം സ്ഥാപിച്ചിട്ടുള്ള പ്രൊസീജിയേഴ്സ്, അവരുടെ നടപടിക്രമങ്ങള് ഒബ്സർവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് സഹകരിക്കുക. അപ്പൊ ഏരിയയിൽ തന്നെ അറിയാലോ എന്താണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഹോസ്പിറ്റൽസിലെ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണ് ഇത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഹോസ്പിറ്റൽസിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അതിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് സഹകരിക്കുക. എങ്ങനെ? ഇതിനകം നേരത്തെ തന്നെ സ്ഥാപിച്ചിട്ടുള്ള പ്രൊസീജിയർ,
അത് ഒബ്സർവ് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക, സഹകരിക്കുക. അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ആ ബോൾഡ് ചെയ്തിട്ടില്ലേ, അത്രയും കമ്മിറ്റി വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. കോപ്പറേറ്റ് വിത്ത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. നെക്സ്റ്റ് നോക്കിയേ, ഹിയർ പ്രോപ്പർ യൂണിഫോം ആൻഡ് ക്ലോത്തിങ് ഫോർ യുവർ ജോബ്. നമ്മൾ ഓരോ ജോലിക്കും അതിൻ്റെതായ പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോം ക്ലോത്തിങ് ഉണ്ട് അല്ലേ? ഓരോ ജോലിക്കുണ്ട്. ഇപ്പൊ നേഴ്സ്, ഡോക്ടറൊക്കെ ആയിക്കോട്ടെ, അവരിപ്പോ തിയേറ്ററിൽ സർജറി ചെയ്യുമ്പോൾ ഇത് ഓരോ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ഓരോ മേഖലയിലുള്ളവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോം ഉണ്ട്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ക്ലോത്തിങ് ഉണ്ട്. അതെങ്ങനെയാ? നൈദർ ടു ടൈറ്റ് നോട്ട് ടു ലൂസ്. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ് ആവാനും പാടില്ല, അധികം ലൂസ് ആവാനും പാടില്ല അല്ലെ? നമുക്കത് കംഫർട്ടാണോ? നമ്മൾ തന്നെ ഒരു ഡ്രസ്സ് കഴിച്ചു ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ നമുക്ക് കംഫർട്ടാണോ? ഇല്ല. എന്നാൽ ഭയങ്കര ലൂസായിട്ട് ഇങ്ങനെ രണ്ടാൾക്ക് കയറാവുന്ന രീതിയിൽ ഡ്രസ് ഇട്ട കംഫർട്ടാണോ നമുക്ക്? ആണോ? ഇല്ല. അത് നമ്മൾ ഒരു വർക്കിനെയും കൂടി നമുക്കത് ബാധിക്കും. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേക്കുന്ന പോയിന്റ്സില് പറഞ്ഞേക്കുന്നത്? നമ്മള് യൂണിഫോം അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഡ്രസ്സിങ് വേണം. ഏത്? നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, ആ ജോലിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള യൂണിഫോമും വസ്ത്രങ്ങളൊക്കെ ധരിക്കണം. അത് അധികം ടൈറ്റ് ആവാൻ പാടില്ല, അധികം ലൂസ് ആവാൻ പാടില്ല. പിന്നെ അടുത്ത് നോക്കി, ജ്വല്ലറി ആൻഡ് ഹൈ ഹീൽഡ് may be dangerous. നോക്കി, ആഭരണങ്ങള് ഒരു 10 പവൻ ഇട്ടുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുമോ? കള്ളമാർക്കുടെ ശല്യം മാത്രമല്ല, അല്ലാതെ അത് റിസ്കി തന്നെയല്ലേ അല്ലെ? ജ്വല്ലറി ഇപ്പൊ റേഡിയോളജിയിലൊക്കെ ആണെങ്കിൽ ഒരു സാധനം പോലും ഉപയോഗിക്കാൻ പാടില്ല അല്ലെ? അങ്ങനെയുള്ളത്. പിന്നെ ഹൈ ഹീൽഡ് ഫുഡ് വെയർ, ഇതൊക്കെ നമുക്ക് അപകടം ഉണ്ടാക്കും. ചിലരൊക്കെ ഹൈറ്റ് കുറവാകുമ്പോൾ വലിയ ഹീൽ കിട്ടും. നല്ലതാണോ അത്? നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ ഹൈ ഹീൽഡ് ഫുഡ് വെയർ? നമ്മുടെ ശരീരത്തിന് തന്നെ ദോഷമാണല്ലേ? എന്നുവെച്ചാൽ നമ്മുടെ ബോഡി എപ്പോഴും ബാലൻസിൽ തന്നെ നിൽക്കണം. ഹീലുള്ള ചെരുപ്പിടുമ്പോ ഒരു വശം ഉപ്പൂറ്റി മാത്രം പൊങ്ങി നിൽക്കും, താഴെ കാലും അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെയുള്ള ഡ്രസ്സുകള് അല്ല, അങ്ങനെയുള്ള ചെപ്പൽസ്, ചെരുപ്പുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ആഭരണങ്ങൾ അത് ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മളൊരു സേഫ്റ്റി പ്രിക്കോഷൻസിന്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മള് പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോം, ജോലിയുമായി ബന്ധപ്പെട്ട പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോംസ് ധരിക്കുക. എന്നാൽ അധികം ടൈറ്റ് ആവാനോ ലൂസ് ആവാനോ പാടില്ല. ജ്വല്ലറി സംഭവങ്ങള് പാടില്ല. ഹൈ ഹീൽഡ് ഫുഡ് വെയർ, നമ്മള് ഭയങ്കര ഹീലുള്ള ഫുഡ് വെയർ, അതൊക്കെ എന്താണ്? അപകടകരമാണ്. അതൊന്നും പാടില്ല. ഇനി അടുത്ത് നോക്കിയ walk, not to run, especially when you are taking delicate, breakable articles or instruments. ഇനി അടുത്ത് എന്താ? walk, നടക്കുക. not to run, ഓടാൻ പാടില്ല. എപ്പോഴും ഓടാൻ പാടില്ല എന്ന് പറഞ്ഞേക്കണേ? when you are taking delicate എന്ന് പറഞ്ഞാൽ എന്താ? അതിലോലമായ, പെട്ടെന്ന് പൊട്ടിപ്പോണതില്ലേ, സോഫ്റ്റ് ആയിട്ടുള്ള. delicate, ബ്രേക്കബിൾ, പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സോ ഇനി ആർട്ടിക്കിൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓടാൻ പാടില്ല അല്ലെ? എന്ത് പറ്റും? പൊട്ടിപ്പോണ ഒരു ഗ്ലാസ് അങ്ങനെയുള്ള ഒരു ഇതാണ്, അതെടുത്ത് നമ്മൾ ഓടി, നമ്മളെങ്ങനെ അറിയാതെ കാലങ്ങൾ സ്ലിപ്പായി വീണ് കഴിഞ്ഞാൽ അത് താഴെ വീണ് പൊട്ടി നമ്മുടെ മേത്ത് തന്നെ തറച്ച് കൊണ്ട് അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ? പ്രത്യേകിച്ച് അവിടെ പറഞ്ഞേക്കാണ് ഡെലിക്കേറ്റ്, ബ്രേക്കബിൾ ആർട്ടിക്കിൾസ് ഓർ ഇൻസ്ട്രുമെന്റ്സ്. ഇതൊന്നും ലോലമായിട്ടുള്ള പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഇതൊന്നും എടുത്തുകൊണ്ട് ഓടാൻ പാടില്ല. അതൊക്കെ സൂക്ഷിച്ച് നടന്നു പോവുക. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, if you see foreign material, loose wire, oil spill, etc. on the floor, that may be cause of an accident. ഇതിന് കാരണമാകും, ആക്സിഡന്റ്സിന് കാരണമാകും. നമ്മുടെ തറയില് എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലും അലക്ഷ്യമായി കിടക്കുന്ന എന്തെങ്കിലും സാധനങ്ങളോ, വയറ് വല്ല ലൂസായി കിടക്കോ, ഓയിൽ എന്തെങ്കിലും വീണ് അങ്ങനെ എന്തെങ്കിലും ഓയിലൊക്കെ വീഴോ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് പറ്റും? നമ്മൾ അത് മിക്ക ആക്സിഡന്റ്സിന് കാരണമാകും അല്ലെ? ആ ഓയിൽ വേണമെങ്കിൽ ചവിട്ടിക്കഴിഞ്ഞാൽ തെന്നി വീഴാം. എന്തെങ്കിലും നിങ്ങൾ വീണിട്ടുണ്ടോ? പിള്ളേര്, ചെറിയ പിള്ളേരുള്ള വീട്ടിലൊക്കെ തറയിൽ ഓരോ സാധനങ്ങളൊക്കെ വെച്ച് കളിപ്പാട്ടങ്ങളും പെൻസിലും ഇതൊക്കെ നേരത്തെ നമ്മൾ അറിയാതെ കയറി ചവിട്ടിക്കഴിഞ്ഞാൽ സ്ലിപ്പായി നേരെ വീഴാം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാല് അത് നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ തറയിൽ അലക്ഷ്യമായി കിടക്കുന്നത് മിക്ക ആക്സിഡന്റ്സിന് കാരണമാകും. ക്ലിയർ അല്ലേ പോയിന്റ്? യെസ്. ഇനി നോക്കിയ പ്രാക്ടിക്കൽ ചോദ്യം.
പ്രാക്ടിക്കൽ ജോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഈ ജോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തമാശ അല്ലെ? നമ്മളെ ഇങ്ങനെ എന്താ പറയാ, പണ്ട് ചെറുപ്പത്തിലേ മുതലേ നമ്മള് ചെറുതാകുന്നപ്പോ തുടങ്ങി നമ്മുടെ പാരന്റ്സ് പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, ആ തീ കളിക്കരുത് പറയാറില്ലേ? നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഫയർ, തീയിൽ കളിക്കാൻ പാടില്ല, എന്താ എല്ലാ പൊട്ടിയൊക്കെ എല്ലാ അപകടങ്ങൾ വരാം. അതായത് പ്രാക്ടിക്കൽ ജോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് തമാശ കളികളിലൊന്നും ഏർപ്പെടാൻ പാടില്ല. ഡു നോട്ട് ഇൻഡൾജ്. ഇൻഡൾജ് എന്ന് പറഞ്ഞാൽ എന്താ? വഴങ്ങുക, അതിന് മുതിരരുത്. എന്തിനാ? ഇത് പ്രാക്ടിക്കൽ ജോക്സ്. നമ്മളൊരു തമാശയായിട്ടുള്ള പ്രവൃത്തികളില് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടേ ഒരു തമാശക്കായിട്ടുള്ള രീതിയിൽ അതിന് മുതിരരുത്. ഇൻവോൾവിങ് ഏതൊക്കെ സംഭവം? ഫയർ, തീയില്, ആസിഡ് ഇട്ട് കളിക്കാൻ പാടില്ല, വാട്ടർ വെള്ളത്തില്, കംപ്രസ്ഡ് എയർ ആൻഡ് അതർ പൊട്ടൻഷ്യലി ഹസാഡസ് തിങ്സ്. നമുക്ക് ഹസാഡസ് ആയിട്ടുള്ള ദോഷകരമായിട്ടുള്ള മറ്റുള്ള സാധനങ്ങള് ഇതിലൊന്നും തമാശയായിട്ട് എടുത്തൊന്നും കളിക്കാനൊന്നും പാടില്ല. അതാണ് കുട്ടികളോട് പറയുന്നത്, തീയില് കളിക്കരുത്. ചുമ്മാ വലിയ തമാശക്കൊക്കെ എടുത്ത് എല്ലാം തീയൊക്കെ എടുത്ത് കളിച്ച് കഴിഞ്ഞാലും മേത്തുകൊണ്ട് ഡ്രസ്സിനൊക്കെ എല്ലാം ഇതൊക്കെ ആയി വല്ല പൊള്ളലൊക്കെ പറ്റാം. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് ആ പ്രാക്ടിക്കൽ ജോബ്സ്, തമാശപരമായിട്ടുള്ള കളികളിലൊന്നും ഏർപ്പെടാനായിട്ട് പാടില്ല. നെക്സ്റ്റ് പോയിന്റ് ഇതൊക്കെ വാർണിംഗ് ബോർഡ്. ഈ വാർണിംഗ് സൈൻസ് കണ്ടിട്ടില്ലേ നിങ്ങള്? ഹോസ്പിറ്റലിലും മറ്റുള്ള എല്ലായിടത്തും വാർണിംഗ് സൈൻസ് വെച്ചേക്കണത് എന്തിനാ? നമുക്കൊരു മുന്നറിയിപ്പ് തരാം, എന്തെങ്കിലും അപകടം ഉണ്ട്, അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പാണ് വാർണിംഗ് ബോർഡുകൾ നമുക്ക് തരുന്നത്. പേ അറ്റൻഷൻ ടു ഓൾ വാർണിംഗ് ബോർഡ്സ്. എല്ലാ വാർണിംഗ് ബോർഡ്സിനും നമ്മൾ അതിൻ്റെതായ ഒരു ശ്രദ്ധ കൊടുക്കുക. നമ്മൾ റേഡിയോളജി ഒക്കെ പഠിച്ചപ്പോ പറഞ്ഞില്ലേ വാർണിംഗ് സൈൻസുകളൊക്കെ? പിന്നെ അതുപോലെ തന്നെ ഫാർമസിയുടെ ഒക്കെ ഇതിനകത്ത് നമ്മൾ പഠിച്ചതല്ലേ സിമ്പലുകളും കാര്യങ്ങളൊക്കെ? അപ്പൊ അതൊക്കെ എന്ന് പറയാം. അങ്ങനെ ഇപ്പൊ ഹോസ്പിറ്റലിലല്ല എവിടെ ആയിക്കോട്ടെ നമ്മൾ വെച്ചിരിക്കുന്ന വാർണിംഗ് ബോർഡുകൾക്ക് ശ്രദ്ധ കൊടുക്കണം. നമുക്ക് അപകടം വരാതിരിക്കാനാ അല്ലെ, ഫയർ, നമുക്ക് ഡേഞ്ചർ, അങ്ങോട്ടൊക്കെ ആർക്കും പ്രവേശനം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല ബോർഡുകളൊക്കെ വെക്കുന്നുണ്ട്. ഇതിനൊക്കെ ശ്രദ്ധ കൊടുക്കുക. This sign warn you about the dangerous and hazards that may cause injury or harm. നമുക്ക് ഇഞ്ചുറി, മുറിവോ അല്ലെങ്കിൽ ദോഷോ എന്തെങ്കിലും ഉണ്ടാകുന്ന അപകടങ്ങള്, ദോഷങ്ങൾക്കൊക്കെ കാരണമാകുന്നതാണ്. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈനുകൾ വെക്കുന്നത്, വാർണിംഗ് സൈൻസ് വെക്കുന്നത്. These signs warn you. നമ്മളെ വാൺ ചെയ്യിക്കും, അതായത് നമുക്കൊരു മുന്നറിയിപ്പ് തരും. ഇതിനെ കുറിച്ച്? about the dangers and hazards that may cause injury or harm. മുറിവിനോ ദോഷത്തിനോ ഒക്കെ കാരണമായിട്ടുള്ളതിന് എന്ത് വരും? അങ്ങനെ ദോഷകരമായിട്ടുള്ളതിനൊക്കെ എന്ത് പറ്റും? നമുക്ക് അപകടങ്ങൾ വരാം ആ സൈൻസ് വാർണിംഗ് ബോർഡുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അതൊക്കെ കാരണമാണ്. അതുകൊണ്ട് വാർണിംഗ് സൈൻസിന് പ്രത്യേകം ശ്രദ്ധ തന്നെ കൊടുക്കുക. അടുത്ത് നോക്കിയേ, വർക്ക് പ്രൊസീജിയർ. ബി ഫെമിലിയർ വിത്ത് യുവർ വർക്ക് പ്രാക്ടീസ് ഇൻക്ലൂഡിംഗ് സെയിൽസ് പ്രാക്ടീസസ് അറ്റ് വർക്ക്. നമ്മൾ പറഞ്ഞത് തന്നെ, അതായത് വർക്ക് പ്രൊസീജിയർ, നമ്മുടെ ജോലി അതില് നമ്മള് എന്ത് ചെയ്യുക? സുരക്ഷിതമായി തന്നെ നമ്മളത് വർക്ക് ചെയ്യുക. നമ്മുടെ ജോലി എന്തായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇത് ചെയ്യുക. നമ്മൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെയുള്ള സുരക്ഷാ രീതികളുണ്ടല്ലോ, സുരക്ഷാ സേഫ്റ്റി പ്രാക്ടീസ്, സുരക്ഷാ സമ്പ്രദായങ്ങൾ, അത് ഉൾപ്പെടെ നമ്മുടെ ജോലി സ്ഥലത്ത് നല്ല സുരക്ഷാ നടപടിക്രമങ്ങൾ നമ്മൾ ചെയ്യുക. അതിന് ഫെമിലിയർ ആവുക, പരിചയപ്പെടുക, അല്ലെങ്കിൽ ആ രീതിക്ക് തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. അടുത്തതാണ് ഹാൻഡ് റെയിൽസ്. ഹാൻഡ് റെയിൽ, ഓൾവേസ് യൂസ് ഹാൻഡ് റെയിൽ ഓൺ സ്റ്റെയർവേ ഓഫ് റാമ്പ്. റാമ്പ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ സ്ഥലം. റാമ്പ് ചെരിഞ്ഞ സ്ഥലം. സ്റ്റെയർവേ, നമ്മൾ സ്റ്റെപ്പിലൊക്കെ കയറുമ്പോ നമ്മൾ ഓടിച്ചാടി കയറുവാണോ? സൈഡില് ഹാൻഡ് റെയിൽസ് ഇല്ലേ? ഹാൻഡ് റെയിൽ യൂസ് ചെയ്യാറുണ്ടോ നിങ്ങള്? മുകളിലൊക്കെ കയറുമ്പോ അത് വെറുതെ ഹാൻഡ് റെയിൽ ഒന്നും പിടിക്കാതെ വെറുതെ അങ്ങോട്ട് കയറി പോവാണോ ചെയ്യുന്നത്? സമയമില്ലാത്തതുകൊണ്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെ? യൂസ് ചെയ്യുമൊക്കെ ചെയ്യാത്തവര് എന്തിനാ? നമുക്കൊരു പിടുത്തം കിട്ടാനാ, വല്ല കാലോ കയ്യോ തെന്നിപ്പോ കളിച്ചോ ഒക്കെ ചെയ്യുമ്പോ അപകടം വരാതിരിക്കാനാണ് അതൊക്കെ ഹാൻഡ് റെയിൽസ് പിടിച്ച് നമ്മൾ കയറുന്നത്. അപ്പൊ നമ്മള് സ്റ്റെയർ വേക്കൂടെ കയറുമ്പോഴോ അല്ലെങ്കിൽ റാമ്പ് ചെറിയ സ്ഥലത്തേക്കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മുടെ ആ സ്റ്റെയർ വേ, ആ സ്റ്റെയർ വേയുടെ ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കുക.
Always use handrails on stairway of trams. Tram എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ സ്ഥലം. ഇനി അടുത്ത് നോക്കിയ ഓവർഹെഡ് ഒബ്ജക്ട്സ്, നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള വസ്തുക്കള്. തലയ്ക്ക് മുകളിലുള്ള വസ്തുക്കൾ എങ്ങനെയാ തലയ്ക്ക് മുകളിലുള്ളത് എടുക്കട്ടെ നോക്കിയേ. when you try to take objects overhead, തലയ്ക്ക് മുകളിലുള്ള വസ്തുക്കളാണെങ്കിൽ എന്ത് ഉപയോഗിക്കണം? always use a good ladder, നല്ല ലാഡർ ഉപയോഗിക്കണം. always use a good ladder, നല്ല ലാഡർ ഉപയോഗിക്കണം. do not climb on chairs or boxes. ചെയർ തന്നെയാണോ നോക്കിയ നിങ്ങളുടെ ടെക്സ്റ്റില്? ചെയർന്നാണ് അവിടെ ചെയേഴ്സ് എന്നാണ് കേട്ടോ. പിന്നെ ഓവർഹെഡ് ഒബ്ജക്റ്റ് എന്നാണ് കേട്ടോ. അത് OBJECTS ഒബ്ജക്ട്സ്, വസ്തുക്കള്. തലയ്ക്ക് മുകളിലുള്ള വസ്തുക്കള് അതെടുക്കാനായിട്ട് നമ്മള് എന്താ പറയാ ഏനി വലിഞ്ഞോ ഒന്നും എന്തെങ്കിലുമൊക്കെ ഇട്ടോണ്ട് കസേരയുടെ പുറത്തൊക്കെ കയറിയിട്ട് എടുക്കാൻ പാടില്ല. അതെങ്ങനെ വേണം? ഓൾവേസ് യൂസ് എ ഗുഡ് ലാഡർ, നല്ല ലാഡർ ഉപയോഗിക്കണം. do not climb on chairs or boxes. ബോക്സിന്റെയോ അല്ലെങ്കിൽ ചെയറിന്റെ മുകളിലൊന്നും കയറി എടുക്കാൻ പാടില്ല. നല്ല ലാഡർ ഉപയോഗിക്കണം. അണ്ടർലൈൻ ചെയ്തേ സെന്റൻസ് ഒന്നാണ്. when you try to take objects overhead objects, always use a good ladder. നല്ല ലാഡർ ഉപയോഗിക്കണം. നിങ്ങളുടെ വീട്ടിലില്ലേ ഇപ്പൊ സാധാരണ വൺ സൈഡ് പോലത്തെ ലാഡർ ആകുമ്പോ ചിലപ്പോ നമ്മൾ എവിടെയെങ്കിലും ചാരി വെക്കുമ്പോഴൊക്കെ വേവിച്ച് പോകാം. ഇപ്പൊക്കെ അടുക്കളയിലൊക്കെ ആണെങ്കിൽ നമ്മൾ വറുത്തീനൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ ആണെങ്കിലും രണ്ട് വശത്തേക്ക് നിൽക്കുന്നത് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ലാഡേഴ്സ് ഇല്ലേ? രണ്ട് വശത്തേക്ക് അത് മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലാഡർ. അതാണ് നമുക്ക് പേടിക്കേണ്ട, മറഞ്ഞു വീഴില്ല എന്നുണ്ട്. അതുപോലെ നല്ല ലാഡേഴ്സ് ഉപയോഗിക്കണം. when you try to take objects overhead object, always use a good ladder. നല്ല ലാഡർ ഉപയോഗിക്കണം. നമ്മൾ ചെയറിന്റെ മുകളിലോ ബോക്സിന്റെ മുകളിലോ ഒക്കെ കയറി ഏനി വരിഞ്ഞ് എടുക്കാൻ പാടില്ല. ക്ലിയർ ആയോ പോയിന്റ്സ്? ക്ലിയർ ആയോ? അല്ലെ പറഞ്ഞേക്കണ്ടേ? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് സഹകരിക്കുക. പിന്നെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള യൂണിഫോം അല്ലെങ്കിൽ ക്ലോത്തിങ് വസ്ത്രങ്ങൾ ധരിക്കുക. അധികം ടൈറ്റ് ആവാനോ ലൂസ് ആവാനോ പാടില്ല. ജ്വല്ലറി ആഭരണങ്ങള്, ഹൈജീനിക് ഫുട്വെയർ ഇതൊക്കെ ഡേഞ്ചറസ്, അപകടകരമാണ്, ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും ഡെലിക്കേറ്റ് ബ്രേക്കബിൾ ലോലമായിട്ടുള്ള പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും വസ്തുക്കളോ ഒബ്ജക്ട്സ് ഇൻസ്ട്രുമെന്റ്സോ അതൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഓടാൻ പാടില്ല. പതുക്കെ നടന്നു പോകാം. ഇനി ഫ്ലോറിൽ എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസോ വയർ ലൂസായിട്ടുള്ള ഓയിലൊക്കെ ചോർച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് മിക്ക ആക്സിഡൻസിന് കാരണമാകുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക? അതങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് വേഗം തന്നെ ക്ലീൻ ചെയ്യുക ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ അടുത്തതാണ് ഫയർ, ആസിഡ്, വാട്ടർ, കംപ്രസ്ഡ് എയർ തുടങ്ങിയ കാര്യങ്ങൾ. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തമാശപൂർവമായ കളികളിൽ ഏർപ്പെടാൻ പാടില്ല. പിന്നെ അടുത്തത് എന്താ? വാണിംഗ് ബോർഡുകൾക്ക് ശ്രദ്ധ കൊടുക്കുക. നമുക്ക് ചുറ്റുമുള്ള വാണിംഗ് ബോർഡുകള് അത് നമുക്ക് എന്താ ഒരു വാൺ ചെയ്യിക്കുന്നതാണ്. അപകടങ്ങളിൽ നിന്നോ ഹസാർഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചറിക്കോ ദോഷത്തിനോ കാരണമാകുന്ന എന്തെങ്കിലും ദോഷങ്ങള് അല്ലെങ്കിൽ അപകടങ്ങള് ഇതിൽ നിന്നൊക്കെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ് വാണിംഗ് ബോർഡുകൾ. അതിന് വളരെയധികം ശ്രദ്ധ കൊടുക്കുക. പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. പിന്നെ സ്റ്റെയർവേ അല്ലെങ്കിൽ റാംസ് സ്റ്റെയർവേയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കണം. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ഓൾവേസ് യൂസ് ഡാഷ് ഓൺ സ്റ്റെയർവേ ഓഫ് റാംസ്. എന്താ ഉപയോഗിക്കുന്നത്? ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കണം. പിന്നെ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ എടുക്കണമെങ്കിൽ നമ്മള് ചെയറിലോ ബോക്സിന്റെ മുകളിലൊന്നും വലിഞ്ഞു കയറി നിന്ന് എടുക്കരുത്. എന്തുപയോഗിച്ചോണ്ട് അവിടെ നല്ല ലാഡർ ഉപയോഗിക്കണം. ക്ലിയർ ആണല്ലേ പോയിന്റ്സുകള്? ഇതെല്ലാരും ഇത്രയും പോയിന്റ്സുകൾ ഫുള്ള് ഏതിൽ വരുന്ന ജനറൽ സേഫ്റ്റി റൂൾസിൽ വരുന്നതാണ്. ഇൻക്ലൂഡ് ചെയ്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എക്സാമിന് ചോദിക്കും. ഇതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്താണ് ഇത് വായിച്ചു വെച്ചേക്കുന്നത് തന്നെ. രണ്ടാമത്തെയാണ് സേഫ്റ്റി പേഷ്യന്റ് കെയർ. ഇനി രോഗി പരിചരണവുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ആണ് കേട്ടോ. സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ, രോഗി പരിചരണവുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ്.
ഒന്നാമത്തെ നോക്കിയേ, പ്രിവെന്റ് falling from bed. ബെഡിൽ നിന്ന് വീഴാതെ. ഫീബിൾ, ഫീബിൾ എന്ന് പറഞ്ഞാൽ ദുർബലര്, വലിയ ശക്തിയൊന്നും ഇല്ലാത്തവര്. ഫീബിൾ, ദുർബലര്. ഡിസോറിയന്റഡ്, ഡിസോറിയന്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദിശാബോധമില്ലാത്തവര്, അതായത് കോൺഷ്യസ് അല്ലാത്തവര്, സുബോധമില്ലാത്തവര്. ഫീബിൾ എന്ന് പറഞ്ഞാൽ ദുർബലരായിട്ടുള്ള, ഡിസോറിയന്റഡ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് അല്ലാത്തവര്. who are under sedation, and patients who are under sedation. പിന്നെ ചിലർക്ക് സെഡേഷൻ ഒക്കെ കൊടുത്ത് അവർക്ക് ചിലപ്പോൾ നോർമലി അവർ ബോധമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? frequently try to get all of the bed unaided. Try to make the patient understand that they are require assistance. ആ 2 പോയിന്റ് കൂടി ഒറ്റ ബ്രാക്കറ്റ് ഇട്ട് വെച്ചോ. ഇത് രണ്ടും കൂടി ചേർത്ത് പറഞ്ഞാൽ മതി. നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ഇട്ടില്ല അതുപോലെ. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ വളരെ ക്ഷീണിച്ച് ദുർബലരായവര്, ഒരു കോൺഷ്യസ് അല്ലാത്ത ആളുകള്, അല്ലെങ്കിൽ സഡേഷനിലൊക്കെ ഉള്ളവര് എന്താണ്, അവര് തന്നെ ബെഡിൽ നിന്ന് കയറാൻ, ബെഡിലേന്ന് ഇറങ്ങാനും കയറാനൊക്കെ അവര് ശ്രമിക്കും, അല്ലേ? അവർക്ക് ഓർമ്മയില്ല ഇപ്പൊ ഇത് തീരെ വയ്യ, അത് അങ്ങനെയൊക്കെ കിടക്കുന്നതൊന്നും ഓർമ്മയില്ല അവർക്ക്. അപ്പൊ അവര് തന്നെ വേണമെങ്കിൽ എനിക്കൊക്കെ പോവാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഉള്ളവർ എന്ത് ചെയ്യണം? ട്രൈ ടു മേക്ക് ദ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ്. പേഷ്യൻസിനെ മനസ്സിലാക്കണം, they require assistance, അവർക്ക് അസിസ്റ്റൻസ് ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. Try to make the patient understand that they require assistance. അവർക്ക് അസിസ്റ്റൻസ്, സഹായം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കണം, അല്ലേ? നിങ്ങളുടെ ഇതിനകത്തൊക്കെ വല്ല ഇതുണ്ടോ അങ്ങനെയുള്ളവരൊക്കെ? അല്ലേ? ഓർമ്മയൊക്കെ ഇല്ലാത്തവരൊക്കെ തന്നെ വേണമെങ്കിൽ എനിക്ക് ഓടി പോകാം, അല്ലെ? അവർ തന്നെ ഇരിക്കാനും ഒക്കെ. ഇപ്പൊ എന്റെ അങ്കിളിന്റെ മോനാണ്, അത് ഒരു ആക്സിഡന്റ് പറ്റി രാജഗിരി ഹോസ്പിറ്റലിലായിരുന്നു. ഈ ബസ് വന്ന ആളെ ഇടിച്ചതാണ്, ഒരു വശം ഫുൾ ഇതായിപ്പോയി. പെട്ടെന്ന് തന്നെ 3-4 ദിവസം ICUലൊക്കെ ആയിരുന്നു ആള്. എന്നിട്ട് എന്താ ICUല് വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ വാർഡിലേക്ക് മാറ്റി. അപ്പൊ ഞങ്ങള് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ ആൾക്കും ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയെന്നോ, പെട്ടെന്ന് തന്നെ ആ ഒരു മാസത്തോളം ആൾക്കും ഓർമ്മയില്ല. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കിടക്കുന്ന ഇതല്ലല്ലോ. ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഫസ്റ്റ് സെക്കൻഡ് പോയിന്റ് ഒറ്റ സെന്റൻസ്, ഒറ്റ പോയിന്റിൽ പറഞ്ഞാൽ മതി. ആ പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കുട്ടി അപ്പൊ എന്താ, ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയിരുന്നോ, എന്താണെന്നൊന്നും ഓർമ്മയില്ല. എന്നിട്ട് തന്നെ വീട്ടിൽ പോണം, എനിക്ക് ജോലിക്ക് പോണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ എനിക്ക് ഓടിപ്പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇതാവുമ്പോ അവർക്ക് അറിയില്ലല്ലോ, ഫുള്ള് ഇതായിട്ട് കിടക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ എന്ത് ചെയ്യണം? നമ്മൾ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്താ ഇരിക്കാൻ പാടില്ല, നിങ്ങൾക്ക് സഹായം ആവശ്യമാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കണം. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പോയിന്റ് ഒരുമിച്ച് ഒറ്റ പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഇതാണ് ക്ലിയർ അല്ലേ ആ പോയിന്റില്? അപ്പൊ അങ്ങനെയുള്ളവരുടെയൊക്കെ നമുക്കൊരു അസിസ്റ്റൻസ് ആവശ്യമാണ് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി അടുത്ത് നോക്കിയ, പേഷ്യൻസ് ബിലോങ്സ് ഷുഡ് ബി കെപ്റ്റ് വിത്തിൻ റീച്ച്. സെറ്റിംഗ് പേഷ്യന്റ് കെയർ ആണ്, രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട സുരക്ഷയാണ്, സുരക്ഷാ നടപടികളാണ് പറയുന്നത്. ഇവിടെ ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ജനറൽ സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ, അങ്ങനെ ചോദിക്കാം. സേഫ്റ്റി ഇൻ പേഷ്യന്റ്, രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട സുരക്ഷ. ഒന്നാമത്തെ എന്താ, അവര് ബെഡിൽ നിന്നൊക്കെ വീഴാതെ അവർക്ക് ഇങ്ങനെയുള്ള ഫീബിളായിട്ട് ദുർബലരായിട്ടുള്ള, ദിശാബോധമില്ലാത്തവര്, ഓർമ്മയില്ലാത്ത, അൺകോൺഷ്യസ് ആയിട്ടുള്ള ആളുകള്, അവരെയൊക്കെ അവർക്ക് അസിസ്റ്റൻസ് ആവശ്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ അടുത്തത് എന്താ, രണ്ടാമത്തെ പോയിന്റ്, പേഷ്യന്റ് ബിലോങ്ങിങ് ഷുഡ് ബി കെപ്റ്റ് വിത്തിൻ റീച്ച്. രോഗിയുടെ സാധനങ്ങളൊക്കെ അടുത്ത്, അവന്റെ കൈ എത്തുന്ന ദൂരത്ത് തന്നെ വെക്കണം, അല്ലെ? ബെഡിനോട് ചേർന്ന് അവിടെ തന്നെയുള്ള ടേബിളിൽ വെക്കണം. അപ്പൊ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് തന്നെ കൈ എത്തിച്ചെടുക്കാം. ദൂരെയാണെങ്കിൽ ഇനിയിപ്പോ അവരെടുക്കാൻ തന്നെ കൈ എത്തിച്ചു വരുമ്പോ വേണമെങ്കിൽ മറിഞ്ഞു വീഴാം, അല്ലെ? അങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾ പറ്റാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും എന്താ പറഞ്ഞിരിക്കുന്നത്, ആ പേഷ്യൻസിന്റെ സാധനങ്ങള് അവരുടെ കൈയെത്തുന്ന ദൂരത്ത് തന്നെ സൂക്ഷിക്കണം. പേഷ്യൻസ് ബിലോങ്ങിങ് ഷുഡ് ബി കെപ്റ്റ് വിത്തിൻ റീച്ച്.
അടുത്ത നോക്കിയേ, ആസ്ക് ദ പേഷ്യന്റ് ടു യൂസ് നേഴ്സസ് കോൾ ബെൽ. നേഴ്സസിന്റെ കോൾ ബെല്ല്, നേഴ്സിനെ വിളിക്കാനുള്ള ബെല്ലില്ലേ, അവരുടെ ബെഡിന്റെ ഹെഡിന്റെ മുകളിലായിട്ട് ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്, നേഴ്സുകളെ വിളിക്കാനുള്ളതാണ്. അപ്പൊ അതെന്താ, ഒരു ബെഡ് പാൻ ഓർ യൂറിനൽ. ഇപ്പൊ യൂറിൻ ചെയ്യണമെങ്കിലോ, അത് ബെഡ് പാൻ എന്ന് പറഞ്ഞാൽ അതിനുള്ള പാത്രമാണ് കേട്ടോ. യൂറിനൊക്കെ ചെയ്യാനുള്ള ഒരു പാത്രം, അതൊക്കെ എടുക്കാനൊക്കെ ആണെങ്കിലും എന്താണ്, നേഴ്സിനെ വിളിക്കാനായിട്ട് പേഷ്യൻസ് എന്താ, നേഴ്സ് കോൾ ബെല്ല് അത് ഉപയോഗിക്കാം. ജസ്റ്റ് ഒരു ബെല്ല് അടിച്ചാൽ മതി, അവർ വന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാലൊക്കെ ചെയ്തു കൊടുക്കും, അവരെ ഹെൽപ്പ് ചെയ്തോളും. അല്ലാതെ നമ്മളിവിടെ നിന്ന് വിളിച്ച് കൂവി അങ്ങനെ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ പേഷ്യന്റിന്റെ കൂടെ ഒരാൾ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നേഴ്സിനെ വിളിക്കാനായിട്ട് നേഴ്സസിന്റെ കോൾ ബെൽ, നേഴ്സിനെ വിളിക്കാനുള്ള ബെല്ല് ഉപയോഗിക്കണം. അണ്ടർലൈൻ ചെയ്ത പോയിന്റ്, ask the patient to use dash to have a bed pan or urinal. എന്ത് ഉപയോഗിക്കാനാ പറഞ്ഞേക്കുന്നത്, nurses call bell. Ask the patient to use nurses call bell. Nurses call bell to have a bed pan or urinal. Okay, clear ആണോ? അടുത്ത നോക്കിയ ബെഡ് റെയിൽ. ബെഡ് റെയിൽ എന്ന് വെച്ചാൽ ബെഡിന്റെ സൈഡിലുള്ള പിടി കണ്ടിട്ടില്ലേ? ഇപ്പൊ ഇങ്ങനെ കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ, അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ്, അവരെയൊക്കെ കിടക്കുമ്പോ ബെഡിന്റെ സൈഡിൽ ഇങ്ങനെ പിടി എന്തിനാ വെച്ചേക്കുന്നത് അല്ലേ? കൈപ്പിടികൾ, അതായത് അവർ തന്നെ വീഴാതെ ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് എനിക്കാനും ഒക്കെ അതിനകത്ത് പിടിച്ചിടാൻ വേണ്ടിയിട്ടാണ്. യൂസ് ബെഡ് റെയിൽ ഓൺ ബോത്ത് സൈഡ്. പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന കാര്യം ഉണ്ടോ. ബെഡിന്റെ രണ്ട് വശങ്ങളിലും ബെഡ് റെയിൽസ്, കൈപ്പിടികള് ഉപയോഗിക്കണം. അത് വേണം. അത് എന്തിനു വേണ്ടിയാ, നമ്മുടെ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട സേഫ്റ്റി തന്നെയാണ്. ബെഡിന്റെ രണ്ട് സൈഡിലും ബെഡ് റെയില് ഉപയോഗിക്കണം. ഓക്കെ, നോക്കി അടുത്തത് മെഡിക്കേഷൻസ്. ഇനി മരുന്നുകള്. ചെക്ക് ആൻഡ് ഡബിൾ ചെക്ക് ദ മെഡിക്കേഷൻ, റിലേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്, ലേബൽസ്, പേഷ്യന്റ് ഐഡന്റിറ്റി. ഇനി മരുന്നുകൾ കാര്യങ്ങൾ എങ്ങനെയാ, ചെക്ക് ആൻഡ് ഡബിൾ ചെക്ക്. ചെക്ക് ചെയ്യണം, വീണ്ടും ചെക്ക് ചെയ്യണം. ഏതാ, റിലേറ്റിംഗ് ടു ഇൻസ്ട്രക്ഷൻ, അതിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാവും മെഡിസിൻസിൽ അല്ലെ. 1 വീതം 2 നേരം, 1 വീതം 3 നേരം, ആഹാരത്തിന് മുന്നേ, ആഹാരത്തിന് ശേഷം എന്നൊക്കെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. പിന്നെ ലേബൽസ്, പേഷ്യന്റ് ഐഡന്റിറ്റി, പേഷ്യന്റിന്റെ പേരുണ്ടാവും. പേഷ്യന്റ് പേരുണ്ടാവില്ലേ ആ സ്ലിപ്പില്, നമ്മൾ ആ കവറില് അല്ലെ, ടാബ്ലറ്റ് ഒക്കെ മേടിക്കുന്ന ആ കവർ വെക്കുന്ന ആ കവറിന്റെ മുകളിൽ ആദ്യം പേഷ്യന്റ് പേര് എഴുതിയിട്ട് എത്ര 1 വീതം 2 നേരം 3 നേരം എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ആ മെഡിക്കേഷൻസ് ഒക്കെ എന്താ ചെക്ക് ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്ത് അങ്ങനെ വേണം ഉപയോഗിക്കാനായിട്ട്. അത് ചെയ്യണം, ചെക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ 6 പോയിന്റ്സാ പറഞ്ഞേക്കുന്നത് കേട്ടോ. പോയിന്റ്സ് ഏതെങ്കിലും മനസ്സിലാവാതെയുണ്ടോ? ദുർബലരായിട്ടുള്ളവര്, ദിശാബോധമില്ലാതെ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് തന്നെ എന്താ, സെഡേഷനിലുള്ള പേഷ്യൻസ് ഒക്കെ എന്താണ്, അവർ ബെഡിന്ന് ചാടി ഇറങ്ങാനും കയറാനൊക്കെ അവർ ശ്രമിക്കും. അപ്പൊ അങ്ങനെ ഉള്ളവരെ എന്താണ്, അവർക്ക് അസിസ്റ്റൻസ് ആവശ്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. പേഷ്യൻസിന്റെ സാധനങ്ങള് കൈയെത്തുന്ന ദൂരത്ത് തന്നെ സൂക്ഷിക്കുക. പിന്നെ ബെഡ് പാൻ അല്ലെങ്കിൽ യൂറിനൽ, നമ്മൾ പാത്രം എടുക്കാനോ യൂറിനലൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിലും ഈ നേഴ്സിനെ വിളിക്കാൻ നേഴ്സസ് കോൾ ബെല്ല് ഉപയോഗിക്കണം. പിന്നെ ബെഡിന്റെ സൈഡില് ആ ബെഡ് റെയിൽ ഉപയോഗിക്കണം. ബെഡിന്റെ കൈപ്പിടി, ബെഡിന്റെ വശങ്ങളില് 2 സൈഡിന് ബെഡ് റെയിൽസ് ഉണ്ടാവും, അത് ഉപയോഗിക്കണം. പിന്നെ മെഡിക്കേഷൻസ്, മരുന്നുകൾ ചെക്ക് ചെയ്ത് നല്ല ഡബിൾ ചെക്ക് ചെയ്യണം അല്ലെ. അതിന്റെ ഇതിനകത്ത് എഴുതിയേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഇതൊക്കെ, പേഷ്യൻസിന്റെ ലേബൽ, പേഷ്യൻസ് ഐഡന്റിറ്റി, പേഷ്യൻസിന്റെ പേര് ഇതൊക്കെ കൃത്യമാണോ നോക്കി അതൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഇതൊക്കെ ഏതാണ്, പേഷ്യന്റ് കെയർ, രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട സേഫ്റ്റി മെഷേഴ്സ് ആണ്. അഞ്ച് പോയിന്റ് അല്ലെ, മെഡിക്കേഷൻസ് വരെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഞാൻ വായിച്ചു വെക്കണം കേട്ടോ. രണ്ടും ആ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ജനറൽ സേഫ്റ്റിയിൽ വരുന്നത് ഏത്, അതുപോലെ തന്നെ സേഫ്റ്റി പേഷ്യന്റ് കെയർ ഇത് വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. താങ്ക് യു.